ഹലോ. ആ ലതേ, സൗമ്യ. പിന്നെ നീ പറഞ്ഞ ജോത്സ്യൻ വരുമല്ലോ അല്ലേ? ആ ആ ആ ആ ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, പിന്നെ വേറൊരു കാര്യം കൂടെ. ഹലോ ഹലോ ഹലോ. കണ്ട, കട്ടായി. ഫോൺ പോലും കട്ടായിക്കൊണ്ടിരിക്കുക. ഈ വീട്ടിൽ എന്തൊക്കെ ദോഷങ്ങളാണോ ഭഗവാനെ. ദൈവമേ കാത്തോണേ. മക്കളെ, അമ്മാവനായിരുന്ന മക്കളെ, നിന്റെ അമ്മ വിളിച്ച് പറഞ്ഞു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങോട്ടൊന്ന് വരണോന്ന്. എന്ത് മക്കളെ? കഷ്ടകാലം വരാൻ പോവും അമ്മാവ. ഞാൻ വന്നതിനാണ് നീ ഇത് പറയണത്. ദുരന്തോന്നല്ലോ, കഷ്ടകാലോന്നല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ തെളിച്ച് പറ, ഇല്ലേ കേൾക്കുന്ന ഒരു തെറ്റിദ്ധരിക്കും. ആര് മക്കളെ വരുമെന്ന് പറഞ്ഞത്? അതെ, പാട്ട് പാടാത്ത ഒരു ജോത്സ്യൻ വരും ഇവിടെ. പാട്ട് പാടാത്ത ജോത്സ്യൻ? അതാര്? അതെ അമ്മാവ, ഞാൻ ജോത്സ്യനാ വരാൻ പോണെന്ന് പറഞ്ഞ അമ്മാവൻ പറയും ജോത്സ്യന പാട്ടൊക്കെ നിർത്തിയിട്ട് ജ്യോതിഷം തുടങ്ങിയോന്നുള്ള ഊള കൗണ്ടർ അടിക്കും. അത് കേൾക്കാനുള്ള ത്രാണി ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എനിക്കില്ല. ഞാൻ ഭയങ്കര ടെൻഷനില്ല അമ്മാവ. എന്താണ് നിന്റെ പ്രശ്നം? പറ അമ്മാവ. നമ്മുടെ വീട്ടില് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി ഒരു ജോത്സ്യനോട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജോത്സ്യം വരും. ജോത്സ്യം നോക്കിയിട്ട് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു വഴി കാണിച്ചു തരൂ എന്ന്. ജോത്സ്യനാ. ഹലോ. ആ നമസ്കാരം. എവിടെത്തി? എനിക്ക് ഭാഗത്തേക്കുള്ള വഴിതെറ്റി നിൽക്കുവാണല്ലോ. വഴിതെറ്റി നിൽക്കുവാണോ? കൊള്ളാം, വഴി കാണിക്കാമെന്ന ജോത്സ്യന് വഴി തെറ്റിയത്. അതെ, ഇപ്പൊ എവിടെയാ നിക്കുന്നത്? ഞാൻ റോഡ് സൈഡിലെ പച്ച പെയിന്റ് അടിച്ച ഒരു വീടിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ആ, അവിടുന്ന് നേരെ കിഴക്കോട്ട് പോര്. അയ്യോ, എനിക്കിവിടെ കിഴക്കും തെക്കും വടക്കൊന്നും ദിക്കറിയാൻ പറ്റണില്ല. കീഴും കിഴക്കും അറിഞ്ഞൂടത്താളാണ് വരണത്. എന്താവോ എന്തോ. ഒന്നും മിണ്ടായിരിക്കാം അമ്മാവ. അതെ, ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നോക്കി ഇങ്ങ് പോര്. എന്തിനു മക്കളെ ഇതിന്റെയൊക്കെ ആവശ്യം? കണ്ട അമ്മാവ, എന്താ ആവശ്യം എന്നാ? ഇപ്പൊ ഇങ്ങോട്ട് വരാനുള്ള വഴി പോലും ജോത്സ്യന് തെറ്റിപ്പോയി. അതാ ഈ വീടിന്റെ ദോഷം. വന്ന് കേറിയപ്പോ തന്നെ കുറെ ശകനങ്ങൾ നമ്മുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. സ്ഥാപിതം കർമ്മയോഗിതം ത്രിതസ്ഥാനം. എന്താ സംസ്കൃതാണേ? ഞാൻ വെച്ച് വൈകൃതമായിരിക്കും. പ്രശ്നങ്ങളെ കുറിച്ച് ഫോണിൽ എന്നോട് സംസാരിച്ചായിരുന്നല്ലോ. താങ്കളുടെ ഭർത്താവ് എവിടെയാണ്? ജോലിക്ക് പോയിരിക്കുവാ. ഇപ്പൊ വരും. എങ്ങനെയാണ് പോയിരിക്കണത്? ബൈക്കിന്. ഇരുചക്ര വാഹനത്തിലോ? ദേവി, എന്തായി കേക്കണത്? അയ്യോ, പെട്ടെന്നല്ല പുള്ളിയെ വിളിക്കാ. ആണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടാ? പ്രശ്നങ്ങളേ ഉള്ളൂ. വിളിച്ചിട്ട് പറയാ പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചോളാം. നാളെ പെട്രോളിന് വില കൂടാനുള്ള സാധ്യതയുണ്ട്. അയ്യോ, അതും ഈ വീടിന്റെ ദോഷമായിരിക്കും. അമ്മാവ അങ്ങോട്ട്. ഈ ദോഷങ്ങളൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണം. എനിക്ക് വീടിന്റെ പരിസരം മുഴുവൻ ഒന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കന്നിക്കോണ്, ഈശാന കോണ്, ബാഹ്യ കോണ്. വീഡിയോ കോണോ? വീഡിയോ കോണോ? അത് നമ്മുടെ ടിവിയാണ്. അമ്മാവനാ. അമ്മാവ് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ അമ്മാവിയെ വിളിച്ചിട്ട് ഓൺലൈനിൽ നിന്ന് ഒരു വെള്ള സാരി ഓർഡർ ചെയ്ത് വെച്ചോളാൻ പറഞ്ഞോളൂ. അതെന്തിനാ? സമയത്ത് തെക്കോടെ കൂടി സമയം കളയേണ്ടി വരത്തില്ലല്ലോ. തെക്കെന്ന് പറയുമ്പം തെക്ക് തെക്ക് തെക്കേ പാടം. അമ്മാവ, അതെ അമ്മാവ, കാണിച്ചു കൊടുക്ക്. ചേട്ടൻ വന്ന്. സൗമ്യേ, എന്തോ? നീ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട്. എന്തുവാ? പൊറോട്ട, ചിക്കൻ ഫ്രൈ, വൈൻ. ഒരു ദോഷമല്ല, നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന സ്ഥലത്തുനിന്നാ മേടിച്ചത്. വേണ്ട, പ്രശ്നമാ. ഞാൻ നമ്മുടെ ലത എടുത്തു പറഞ്ഞില്ലേ ഒരു ജോത്സ്യനെടുത്ത് ഇങ്ങോട്ട് വരാനായിട്ട്, നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട്. ആ ജോത്സ്യൻ വന്നിട്ടുണ്ട്. അമ്മാവനെ തെക്കോട്ടെടുത്ത്. അല്ല, അമ്മാവനുമായിട്ട് ആ ജോത്സ്യൻ തെക്ക് വശമൊക്കെ നോക്കാൻ പോയിരിക്കുക. ഇപ്പൊ വരും. ശരി, നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് നീ എന്തിനടി ജോത്സ്യനെ കഴിച്ചുകൂടെ? മാറ്റി വെക്കി. ഞാനൊരു കാര്യം പറയാം. ഞാൻ പോയി കുളിച്ചിട്ട് വരുമ്പം ഇവിടെ ജോത്സ്യനും കാണാൻ പാടില്ല, അമ്മാവനും കാണാൻ പാടില്ല. ഇന്ന് ന്യൂ ഇയർ ആണ്, എനിക്ക് അടിച്ചു പൊളിക്കണം. നമ്മുടെ വീടിന്റെ ദോഷം മാറാനാ. രാത്രി സഞ്ചാരം, അബദ്ധ സഞ്ചാരം. സഞ്ചാരം എന്ന് പറയുമ്പോ സഞ്ചാരേ നോരെ നാരാനോ അവ തുമ്പക്കലാനി അമ്പീലമ്പാനോ. അല്ലത് വിക്രമിന്റെ അന്യല്ലേ പാട്ടില്ലേ? അല്ലല്ല, അന്യന്മാരുടെ സഞ്ചാരം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു മന്ത്രം അത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു വെക്കാം. തീർച്ചയായിട്ടും ചെയ്തു വെക്കാം. കാര്യം എല്ലാ ജ്യോതിഷന്മാരും ചെയ്യുന്ന പോലെ കബഡിപ്പലക തരത്തിലുള്ള പരിപാടിയല്ലേ. നമ്മൾ വെറ്റില ജ്യോതിഷത്തിന് ശാസ്ത്രപരമായിട്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഓരോന്ന് ചെയ്യാറുള്ളത്. ഇവിടെ അത് തന്നെ നോക്കാം. ഓം ക്രീം വെറ്റിലേ നമസ്തേ. പെണ്ണുമ്പുള്ളേ, എന്തോടി പൈസ? എത്ര രൂപ? 5000 രൂപ. നിന്ന് ഇപ്പൊ 5000 രൂപ ഞാൻ എവിടെ ഒപ്പിക്കും? എന്നോട് നടക്കുന്നത്. എടി, അവരോട് നാളെ അടയ്ക്കാമെന്ന് പറ. ഇന്നത്തെ ക്ലോസ് ചെയ്താൽ നാളെ പുതിയ ലോൺ തരാമെന്നോ? എടി, ഇവിടുന്ന് കൂടുന്ന 100-500 രൂപ അങ്ങനെ കിട്ടത്തുള്ളൂ. എന്തായാലും വെയിറ്റ് ചെയ്യും, പുതിയ ലോൺ കിട്ടുന്നില്ലേ. ഞാൻ നമ്പർ വിട്ട് നോക്കട്ടെ. വീട്ടിൽ നിന്ന് ഭാര്യയാണേ. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവളിങ്ങനെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും.
ആ സാരികൾ സാധിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പ്രേതത്തിലേക്കാണ്ട് ഒരു ശല്യം എന്റെ നേർക്ക് അങ്ങോട്ട് പുറപ്പെടുവിക്കേ. ഈശ്വരാ, ഇവിടെ മഷി പറ്റിരിക്കുന്ന വെറ്റിലെ ഇവിടെ കാണില്ലല്ലോ. ദൈവമേ, ചേടാ, എന്നാലും മഷി വരട്ടിയ വെറ്റില എവിടെ പോയി? ഇതെവിടെ പോയി? ഒരു വാക്ക് പറയണ്ടേ? എന്തിനു? എന്തോന്നാ പെരട്ടി വെച്ചത്? മഷി വരട്ടി വെച്ച വെറ്റില ബാക്കിയുള്ള മഷി ഇപ്പൊ ചത്തുപോയി. ദൈവമേ, എന്തൊക്കെയാണോ ഈ കാണിച്ചു വെക്കുന്നത്? അതെടുത്തൊക്കെ തിന്നേ ചുണ്ണാമ്പ് വെട്ടന്റെ അടുത്ത് മഷി വെട്ടി കഴിഞ്ഞാലേ. അപ്പോഴേ ജ്യോതിഷം തുടങ്ങുന്നതിന് മുമ്പ് വീട്ടിലുള്ളവരെ ഇങ്ങോട്ടൊന്ന് വിളിച്ചാൽ നമ്മൾ നമ്മുടെ പ്രക്രിയയിലേക്ക് അങ്ങോട്ട് കടക്കാമായിരുന്നു. എല്ലാരും ഇങ്ങ് വാ. എന്തോന്ന് പൊന്മാന ബ്ലൂടൂത്ത് നന്നായിരിക്കും. നല്ലൊരു കയറിയപ്പോ തന്നെ കുറെ വിഘ്നങ്ങൾ എന്റെ അകക്കണ്ണിൽ കണ്ടുവന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് തെളിഞ്ഞ കാര്യം എന്താന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വഴിപാടോ നേർച്ചയോ മുടക്കം വരുത്തിയിട്ടുണ്ടോ? അയ്യോ, ഒന്നും മുടക്കം വരുത്തിയിട്ടില്ല. ആലോചിക്കൂ. ഉരുൾ വഴിപാട് നടത്തി, ശൂലം കുത്തി, കാവടി എടുത്ത്, മുട്ടിലഴഞ്ഞ് സ്റ്റെപ്പ് കയറിയില്ലേ, എല്ലാം ചെയ്ത്. നേർച്ചകൾക്ക് ഒരു തടസ്സം കാണുന്നുണ്ട്. ആ നേർച്ചകൾ ഈ വർഷം ചെയ്യേണ്ടത് ഈ വർഷം തന്നെ ചെയ്തു തീർത്തില്ലെങ്കിൽ അടുത്ത വർഷം ഒരുപാട് അയ്യോ, ഞങ്ങളുടെ ഓർമ്മയിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാൻ കണ്ടുപിടിച്ചു തരാം. അതിനാണല്ലോ വെറ്റില ജ്യോതിഷമുള്ളത്. വെറ്റിലയിൽ ഇങ്ങനെ നോക്കുമ്പോ തന്നെ വെറ്റില തടസ്സം കാണുന്നുണ്ട്. ശരിയാണ്. എന്താ? വയറ്റിലെ വെച്ചൊരു തടസ്സം ഉണ്ടായില്ലേ? എന്തോന്നാ? ചേട്ടൻ ഇന്റർവ്യൂവിന് പോയില്ലേ പ്രമോഷന് വേണ്ടിട്ട്? അന്ന് വയറ്റിലെ വെച്ച് വലിയൊരു ബ്ലോക്ക് ഉണ്ടായില്ലേ? അത് ഒരു ലോറിയുടെ ടയർ വെടിയായിട്ട് വീണതല്ലേ? ആ ടയർ മാറിയിട്ട് ആ വണ്ടി പെട്ടെന്ന് അങ്ങ് മാറാൻ വേണ്ടിട്ട് ഞാനൊരു നേർച്ച നേർന്നായിരുന്നു. കറക്റ്റ് സമയത്ത് അവിടെ എത്തണ്ടായിരുന്ന അതിന് വേണ്ടിട്ട് 1001 രൂപയും ഉരുള് നേർച്ച. കണ്ടില്ലേ, തടസ്സങ്ങളുണ്ട്. അതായത് നേർച്ചകൾക്ക് വിഘ്നം വരുത്തി കഴിഞ്ഞാൽ വീട്ടിൽ തകർച്ച ഉണ്ടാവുകയും സാമ്പത്തിക ചോർച്ച ഉണ്ടാവുന്നതാണ് ശാസ്ത്രം. അന്ന് പെട്ടെന്ന് പോയി ഞങ്ങൾ ആ വഴിപാട് നടത്തിയിട്ട് വരാം. എങ്ങനെ ഓടിയെത്തും? ഇന്ന് അസ്തമയനത്തിന് മുമ്പ് തന്നെ ചെയ്തു തീർക്കണ്ടേ, അല്ലേ? ദോഷങ്ങൾ അയ്യോ, മാറില്ല. എന്ത് ചെയ്യും ദൈവമേ? കുഴപ്പമില്ല, ആ ക്ഷേത്രത്തിനെ മനസ്സിൽ സങ്കല്പിച്ചോണ്ടാ 1001 രൂപ ഇതിലേക്ക് അയച്ചോളൂ. ഇതിലേക്ക് അയച്ചാ ആ ദേവസ്ഥാനത്ത് കിട്ടിക്കോളും. എല്ലാ ക്ഷേത്രത്തിലേക്കുള്ള കണക്ഷൻ ഇതിനകത്തുണ്ടേ. ആണോ? അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇട്ട് കൊടുക്ക്. ഇട്ട് കൊടുക്ക്. നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ ഇട്ട് കൊടുക്കുന്നു. ഇത് ഉടായിപ്പാണ്. ഒരു ഉടായിപ്പല്ല. ഇത് നേരെ അമ്പലത്തിലോട്ട് എത്തിക്കോളും. 1001 1001 രൂപ കിട്ടിയിരിക്കുന്നു. നന്ദിയുണ്ടേ. മമ്മൂട്ടിയാ? മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ പിന്നാലെ വരും. അപ്പോഴേ ഇനിയുള്ളതെന്ന് വെച്ചാൽ ഉരുൾ വഴിപാട് നടത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ വിഘ്നങ്ങൾ വിറ്റ് മാറില്ല. അതിനിപ്പോ അമ്പലത്തിൽ പോയി നടത്തിയാൽ മതിയാ? അമ്പലത്തിൽ പോയി നടത്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം അതിൻ്റെതായ ചില തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്പലത്തിൽ പോയിട്ട് ചതുർത്ഥി ദിവസമാണല്ലോ. അപ്പം ചതയത്തിൽ ചെയ്ത് വരുമ്പോഴേക്കടെ ഉരുൾ വഴിപാട് ചെയ്യണം. പിന്നെ അയ്യോ, ഉരുള് വഴിപാട് നടത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തത്തുല്യമായ പൈസ ആ ദേവസ്ഥാനത്തേക്ക് അയച്ചാലും മതി. ചുമ്മാ ഉടായിപ്പടാ. ചുമ്മാ ഓരോ കാര്യം പറഞ്ഞു പൈസ ഇട്ടിക്കാൻ അങ്ങനെ വന്നു തോന്നി. വേണ്ട, ഉരുൾ വഴിപാട് നടത്തണമെന്നില്ല. കുടുംബത്തിലുള്ള മുതിർന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വഴിപാട് കുട്ടി നേർന്നിട്ടുണ്ടോ? ഈ അമ്മാവൻ, ചിറ്റപ്പൻ, അമ്മായി, അങ്ങനെ ആർക്കെങ്കിലും? എന്താ? അമ്മാവന് വേണ്ടിട്ട് ഞാനൊരു വഴിപാട് നേർന്നിട്ടുണ്ട്. എന്താ വഴിപാടാ? അമ്മാവൻ 2 വർഷത്തിന് മുന്നേ തെങ്ങിന്ന് വീണില്ലേ, നടുവൊടിഞ്ഞു കിടന്നില്ലേ? അപ്പൊ അമ്മാവൻ പെട്ടെന്ന് എഴുന്നേറ്റ് പയറ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കാൻ വേണ്ടിട്ട് ഞാനൊരു നേർച്ച നേർന്നായിരുന്നു. 1001 രൂപയും ഉരുള് നേർച്ച. അമ്മാവനെ കൊണ്ട് ജയിച്ചേക്കാം. എനിക്ക് പറ്റുന്നില്ല. അയ്യോ, ഏട്ടനല്ല ചെയ്യേണ്ടത്, അമ്മാവനാ ചെയ്യേണ്ടത്. പറ്റുന്ന കാര്യം പുള്ളിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യേണ്ട. വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. പക്ഷേ അമ്മാവൻ വിഘ്നം വരുത്തിയ ഈ ഉരുൾ വഴിപാട് ഈ വർഷം ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ അപമൃത്യു വരെ സംഭവിക്കും. ആണോ? ഉരുണ്ടോളൂ. ദൈവത്തെ വിചാരിച്ച് അങ്ങോട്ട് ഉരുണ്ടോളൂ. ഉരുൾ വഴിപാട് ഇവിടെ ഉരുണ്ടാ മതിയോ? മതി. പിന്നെ ദൈവിക ഉള്ള ഒരാൾ ഇവിടെ നിപ്പുണ്ടല്ലോ. അപ്പം അമ്മാവന്റെ ഉരുൾ വഴിപാടിന് ഒരു തീരുമാനമായി. ആ കൂട്ടത്തിൽ പറഞ്ഞ 1001 രൂപ ഈ ദേവസ്ഥാനത്തേക്ക് അയച്ചോളൂ. അയ്യോ, അമ്മാവൻ ഉരുണ്ടുപോയി. അതങ്ങ് കൊടുത്തേക്ക്. നമ്മുടെ അമ്മാവനല്ലേ, ആവശ്യമില്ലാത്ത അമ്മാവൻ പോയില്ലേ, കൊടുക്ക്. 1001 രൂപ കിട്ടിയിരിക്കും. നന്ദിയുണ്ടേ. ഇനി എന്തെങ്കിലും ഒരു വഴിപാടുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തെങ്കിലും ഒരെണ്ണം നിങ്ങള് ഇല്ല ഒരു വഴിപാടില്ല. ആലോചിക്കില്ല. ഒന്നുമില്ല. എല്ലാം ചെയ്ത് കുഴപ്പമില്ല. പക്ഷെ വിഘ്നത്തിന് തെളിയുന്ന അതല്ലല്ലോ. എന്താ? തേങ്ങ ഉരുട്ടി നോക്കാം, അപ്പൊ കണ്ടുപിടിക്കാൻ പറ്റും. അയ്യോ, തേങ്ങയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഒരെണ്ണം ഉണ്ട്. എന്തോന്നാ? ചേട്ടന്റെ ഒരു മുടി നരച്ചില്ലായിരുന്നോ? അപ്പൊ മുടി മൊത്തം നരക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു നേർച്ച നേർന്നില്ലേ?
നമ്മുടെ കുടുംബ അമ്പലത്തില് 101 തേങ്ങ കൊടുത്തേക്കാന്ന്. ഞാനൊരു നേർച്ച നേർന്നായിരുന്നു, എണ്ണം പറഞ്ഞില്ല. എണ്ണം ഞാൻ പറഞ്ഞായിരുന്നു 101 തേങ്ങയെന്ന്. 25 രൂപ ഡൈ തീരണ 101 തേങ്ങക്ക് ഇപ്പൊ എവിടെ പോകും? 101 തേങ്ങ പോയി പൊതിച്ച് ഉടയ്ക്കാനുള്ള സമയം നമ്മുടെ മുന്നില്ല. പുള്ളിക്ക് വലിയ താല്പര്യം. ഒരു കാര്യം ചെയ്യാം, ആ കർപ്പൂരം കത്തിച്ചാലും മതിയേ. അത് മതിയാ? അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാം. തൽക്കാലം കർപ്പൂരത്തെ തീരുമല്ലോ, അത് വേറെ പ്രശ്നമില്ല. കൈ ഇങ്ങനെ നീട്ട. കൈ കിട്ടണ എന്തിന് കർപ്പൂരം കത്തി? കൈവെള്ള വെച്ചാണല്ലോ കർപ്പൂരം കത്തിക്കണത്. ദോഷം മാറണ്ടേ? വെച്ച് കത്തിക്കാൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ദോഷം മാറണ്ടേ ഏട്ടാ, ദോഷം മാറണ്ടേ? അയ്യോ, ദോഷം മാറാനായിട്ട് തൂങ്ങിച്ചാവാൻ പറഞ്ഞ നീ അത് എന്നെ കൊണ്ട് ചെയ്യില്ല. വിക്ടമസ്തേന ദീപസ്ഥാനം കർപ്പൂരം കൃതാവർണ്ണീയം. എന്തായി കാണുന്നത്? ദീപ ചവിട്ടിയാണക്ക് താങ്കൾക്ക് ജീവനിൽ ആയുസിലും കൊതിയില്ലേ കുട്ടിയെ? അയ്യോ, അതിനിപ്പോ നാളെ സൂര്യൻ ഉച്ചസായി വരുന്ന താങ്കളുടെ തല പൊട്ടിത്തെറിക്കും. അയ്യോ. പരിഹാരം ചെയ്യണം. വടക്കൊരു ഉത്തരേന്ത്യ സ്ഥലത്തൊരു ക്ഷേത്രമുണ്ട്. അവിടെ പോയി ഒരു 5001 വഴിപാട് നാം നേരിട്ട് ചെയ്യാം. ഇങ്ങോട്ട് അയച്ചോളൂ. അയക്കങ്ങോട്ട്. അയ്യോ, അമ്മാവ വഴി തെറ്റിപ്പോയപ്പോ. മാറി ഇത് എങ്ങോട്ട് ഇത് പോകും? വീട് പൊളിക്കുമല്ലോ ഭഗവാൻ. തിരിച്ചുവിട് പോട്ടെ. തിരിച്ചുവിട്. ഇതങ്ങോട്ട് മാറ്റി പോയി. കുഴപ്പമില്ല, ബോധം വരുമ്പോ തനിയെ ഉരുണ്ടോളും. ഒരു മടിയും വിചാരിക്കാണ്ട് അയച്ചോളൂ. 5000. ഇതെന്താ ശബ്ദം ഒന്നും കേൾക്കാഞ്ഞത്? നിങ്ങൾ ഇവിടോട്ട് രഹസ്യമായിട്ടല്ലേ എന്നെ പൂജ ചെയ്യാൻ വിളിച്ചത്. അതിങ്ങനെ പരസ്യമാക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നതാ. ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാ പൂജകളും ചെയ്തു. ഈ വർഷം ചെയ്യാൻ മുടങ്ങിക്കിടന്ന എല്ലാ നേർച്ചകളും നിങ്ങൾ ചെയ്തു. എന്നെ വിളിച്ച സ്ഥിതിക്ക് എനിക്കുള്ള ദക്ഷിണ തന്നാ ഞാൻ അങ്ങ് പോയി. പോട്ടെ, അങ്ങോട്ട് പോട്ടെ. 500 കൊടുത്താ പോരെ? 500 രൂപ അങ്ങോട്ട് കൊടുക്ക്. മതിയെന്ന് ഇത്രയും പൈസ കൊടുത്തേക്കണം. കൊടുക്കാൻ, കൊടുക്കാൻ. അതുകൂടെ അയക്കും. കൊടു. 5000 രൂപ ലഭിച്ചിരിക്കുന്നു. 5000. സന്തോഷമുണ്ട്. വഴിപാടുകൾക്ക് ശമനം കണ്ടപ്പോ 500 ചോദിച്ചപ്പോ 5000 അയച്ചത്. ഒരുപാട് നന്ദി. എന്നാ പിന്നെ ഞാൻ പോട്ടെ ശരി, കുട്ടിയെ. ഇനി വിളിക്കുമ്പോഴും വരണേ. ഉറപ്പായിട്ട് എന്നും വരും. കർമ്മണേ പാദസ്ഥരീയം ജ്യോതിഷപ്രകാരം ദദത്ത. സകല കർമ്മങ്ങളും കഴിഞ്ഞു. ഇല്ല, 2024 എല്ലാ പാവവും തീർന്നു. ഇനി 2025 വരാൻ പോകുന്നത്. പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിക്കുന്നു, വൈനടിക്കുന്നു, നമ്മൾ അടിച്ചു പൊളിക്കുന്നു. അതിനിടയ്ക്ക് എന്തെങ്കിലും വഴിപാടെന്നും പറഞ്ഞ് നീ വന്ന നിന്നെ ഞാൻ ഡിവോഴ്സ്. എന്ത് സൗമ്യേ? ഡിവോഴ്സ് ചെയ്തോ? എന്താ? ഒരു നേർച്ചയും കൂടെ ബാക്കിയുണ്ട്. എന്താ? ഈ ജോത്സ്യം വന്ന് എല്ലാ കർമ്മങ്ങളും ഈ വർഷം തന്നെ ഭംഗിയായിട്ട് തീരുവാണെങ്കിലേ ചേട്ടന്റെ തല മുട്ടയടിച്ച് നാക്കില് ചൂലും കുത്തി ഒരാഴ്ച വ്രതം എടുത്ത് നമ്മുടെ കുടുംബ അമ്പലത്തിൽ വിടാന്ന് ഞാൻ നേർച്ച നേർന്നു പോയി. ഇതിനേക്കാളും തൈക്കാട് ശ്മശാനത്തിൽ കൊണ്ടുവന്ന് എന്നെ കത്തിച്ചു കളയടി, തീരുമല്ലോ. അതെ, ആ പറഞ്ഞ 1001 രൂപ ഇതിലേക്ക് അടച്ചിട്ട് തേങ്ങ ഉടക്കലും ശൂലം കൊത്തലും നിങ്ങൾ തമ്മിൽ അയക്കും. നീ പോയില്ലേടാ നിന്റെ